afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചിട്ടാണോ വന്നിരിക്കുന്നേ? ബാലൻസ്ഡ് ഡയറ്റ് ആണോ ഫുഡ് കഴിച്ചത്? എങ്ങനെയാ, നമ്മൾ ഇത്ര നാള് പഠിച്ചതാണോ? ആ രീതിയിലാണോ ഫുഡ് കഴിക്കുന്നേ? ആണല്ലേ, ഓക്കെ. ഡയറ്റ് അല്ല, ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിയർ ആരാണ്? Jnana, ma'am. Good afternoon, everyone. Dear God, thank you for this new day and for all your blessings. Please guide our thoughts and actions today. Bless our teacher and classmates with wisdom and kindness. May your presence be with us throughout this day. Thank you. സൈൻ ആരാണ്? Good afternoon, everyone. I am Devadi. Welcome to our online class, and I would like to extend a warm welcome to our respected teacher Ashwati ma'am. As we gather here, we come together with a shared purpose and common goal. Whether it is celebrate an important milestone, learn something new, or simply connected with each other, we are all here with a sense of purpose and excitement. Thank you, Ashwati ma'am, for joining us today. Okay, then thought of the day. Hello, good afternoon, ma'am. If there were only joy in the world, no one else would learn patience and courage. ഹെലൻ കെല്ലറിന്റെ വേർഡ്സ് ആണ്. ലോകത്ത് സന്തോഷം മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ആരും ക്ഷമയും ധൈര്യവും പഠിക്കുമായിരുന്നില്ല. This quote highlights the importance of challenge and difficulties in our personal growth. It reminds that life's ups and downs are opportunities for growth, learning, and self-improvement. Thank you, ma'am. Okay. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാൽന്യൂട്രീഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് മാൽന്യൂട്രീഷൻ ഗീവ്സ് റൈസ് ടു ദ ഫോളോവിങ് കണ്ടീഷൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ആരാണ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക? 2 പോയിന്റ്. ഓക്കെ, വർഷ. Malnutrition gives rise to the following conditions: physical condition and mental conditions. Physical condition: bad posture, standing, writing, sitting; pale face, drowsiness, laziness, easy fatigue, awareness of diseases, poor eyesight, and underweight. Which depends on physical conditions. Explain ചെയ്യണ്ടല്ലോ മിസ്സേ. എക്സ്പ്ലെയിൻ ചെയ്തോളൂ. അയ്യോ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ മിസ്സേ. എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് തരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതായത് മാൽന്യൂട്രീഷനെ കുറിച്ച് നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് ചെയ്യണോ, ആക്ടിവിറ്റി ആയിട്ട് ചെയ്യണോ? കൂടുതൽ മാൽന്യൂട്രീഷനെ കുറിച്ചിട്ട് വിവരങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്യണം. മിസ് ഒരു മിനിറ്റ് മിസ്, നമുക്ക് ഓൾറെഡി മറ്റേ വൈറ്റമിൻസിന്റെ ഇത് പെൻഡിങ് നിൽക്കുന്നുണ്ട്. വൈറ്റമിൻസിന്റെ നമുക്ക് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിൽ എന്തൊക്കെ വൈറ്റമിൻസ് ആണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് നമുക്ക് ഓൾറെഡി പെൻഡിങ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സബ്മിറ്റ് ചെയ്തു? ഇല്ല, മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിനുശേഷം സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് മിസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് 2 ബാച്ചിന് കൊടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ഉടനെ കൊടുത്തേക്കാം കേട്ടോ, നാളെ കൊടുത്തേക്കാം. ഇത് നിങ്ങൾ നാളെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം. മാൽന്യൂട്രീഷനെ കുറിച്ചിട്ട് ഒരു ആക്ടിവിറ്റി പേപ്പറിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കറക്റ്റ് ആയിട്ട് ഇത് എന്താണെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച്
അതിന്റെ വിവരങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക കേട്ടോ. അപ്പൊ നമ്മൾ എത്ര ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ മെൻഷൻ ചെയ്യണം? അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മതി. ഏതൊക്കെയാണോ ഇതിനകത്തുള്ളത്, ഏതൊക്കെ വൈറ്റമിൻസിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എഴുതാം. നിർബന്ധം പറയുന്നില്ല എത്ര വേണം. കുറച്ചാണെങ്കിൽ കുറച്ച് എഴുതാം, കൂടുതലാണെങ്കിൽ കൂടുതൽ എഴുതാം. ഓക്കെ. അപ്പൊ ഇത് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിത് പറയുന്നില്ല കേട്ടോ. ഇത് ആക്ടിവിറ്റി ആണ്. മാൽന്യൂട്രീഷൻ, അതിന്റെ കണ്ടീഷൻസ്, അത് ഉണ്ടായാലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് മിസ് അപ്പൊ ഫസ്റ്റ് വെക്കേണ്ടത്, അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെ ആണോ ഫസ്റ്റ് വെക്കേണ്ടേ? വൈറ്റമിൻസിന്റെ ഫസ്റ്റ്, ഇത് ആക്ടിവിറ്റി ആണ്, സബ്മിറ്റ് ചെയ്യണ്ട, നിങ്ങൾ കയ്യിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ മിസ്സേ. ഓക്കെ ഓക്കെ, മറ്റേത് സബ്മിറ്റ് ചെയ്യുക. അതാണ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുക കേട്ടോ. ഓക്കെ ശരി. ഫിസിക്കൽ കണ്ടീഷനിലും മെന്റൽ കണ്ടീഷനിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ കണ്ടീഷൻ ആണ് ഇപ്പോൾ വർഷം വായിച്ചത്. മെന്റൽ കണ്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഈസി ആണ്, അപ്പൊ അതിനെ കുറിച്ച് എഴുതുക കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ് ആണ്. The food which contains all required nutrients and has the essential calorie values is called a balanced diet food. A balanced diet is very important for growing children. A balanced diet contains roughly 400 calories of proteins, 100 calories of fat, and 700 calories of carbohydrates. While selecting food items, not only the calorie value, but the nutritional value also should be taken into account, especially when it is made for children, because they require nutritious food for their proper growth. Okay. അപ്പോ ഇതിനകത്ത് പറയുന്നത്, അതായത് നമ്മുടെ ഫുഡിൽ എന്തായാലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് എന്തായാലും ഉണ്ടായിരിക്കണം. അതായത് കലോറി വാല്യൂ ഉണ്ടായിരിക്കണം. ഒരു ബാലൻസ്ഡ് ഫുഡ് ആകുമ്പോൾ ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കണം, അതിന്റെ കലോറി വാല്യൂ നമ്മൾ നോക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് വളരുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. വളർന്നു വരുന്ന കുട്ടികൾക്ക് ബാലൻസ്ഡ് ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഈ ബാലൻസ്ഡ് ഡയറ്റില് പ്രോട്ടീൻസിന്റെ കലോറി വരുന്നത് 400 ആണ്. ദെൻ അതുപോലെ തന്നെ 900 ആണ് ഫാറ്റിന്റെ കലോറി വരുന്നത്. പിന്നെ 1700 കലോറി കാർബോഹൈഡ്രേറ്റിന്റെ വരും. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കലോറി വാല്യൂവിൽ അല്ലെങ്കിൽ കൂടിയും ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടോ, കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. എസ്പെഷ്യലി അതായത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരിയായ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഫാക്റ്റ് ആണെന്ത് ഈ ഒരു ന്യൂട്രീഷണൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും ന്യൂട്രീഷണൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് മുഖേന എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഇതിനൊന്ന് എന്താ പറയാ, ഷോർട്ട് ആയിട്ടൊന്ന് സമ്മറി ചെയ്യാവോ ആർക്കെങ്കിലും? ഷോർട്ട് ആയിട്ട് ഒരു 5 മിനിറ്റിൽ ഇതിനെ കുറിച്ചൊന്ന് പറയാവോ? ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി ഇത് പഠിച്ചുകൊണ്ട്? ഷോർട്ട് ആയിട്ടൊന്ന് പറയാമോ ആരെങ്കിലും? സമപ്പ് ചെയ്യാനാണ്, ചാപ്റ്റർ തീർന്നു. ആരാ പറയാ? ഇംഗ്ലീഷിലൊന്നും പറയണമെന്നില്ല കേട്ടോ, മലയാളത്തില് നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിൽ പറഞ്ഞാൽ മതി. ഫസ്റ്റ് ലെസൺ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യണമെന്ന്. ഫസ്റ്റ് ലെസൺ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സമ്മറി പോലെ സമപ്പ് ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ ഈ ചാപ്റ്ററും അങ്ങനെ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. ആരാ പറയാ? വർഷ പറയോ? വർഷ? അയ്യോ മിസ്സേ, കുറച്ച് പോർഷനെ എനിക്കറിയത്തുള്ളൂ. കുറച്ച് നെക്സ്റ്റ് ഡേ പറഞ്ഞാൽ മതിയോ മിസ്സേ? ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയാം. നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാല് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ്, അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ കുറെ ദിവസം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കുറെ ക്ലാസ് ഞാൻ പഠിപ്പിക്കുന്ന ചാപ്റ്ററിലെ ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ. അത് കുറെ അധികം ദിവസങ്ങൾ എടുക്കും തീരാനായിട്ട് തന്നെ. ഓക്കെ,
അപ്പൊ ആരാ പറയാ? വിജീഷ് ശരണ്യ പറയാമോ? ഹലോ മിസ്, ഞാൻ പിന്നെ കുറെ കാലത്തിന് ശേഷം ഇന്നാണ് കേറിയത്. അതെയോ? എന്താ വെച്ചാല് എനിക്ക് ഹോസ്പിറ്റലിലായിട്ട് ഞാൻ കഴിഞ്ഞ ഇതിൽ നിന്ന് ഇതിലേക്ക് മാറിയതാ. എന്നിട്ട് എനിക്കിത് ജോയിൻ ചെയ്യാനോ റെക്കോർഡഡ് ക്ലാസ് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇന്നലെ മുതലാണ് ഞാൻ ക്ലാസ്സിൽ കയറാൻ തുടങ്ങിയത്. ഞാൻ അതുകൊണ്ട് എനിക്ക് ഞാൻ വായിച്ചിനി, പക്ഷെ എനിക്ക് ഒരു പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ ഇന്നത്തേക്ക് വിട്ടിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഒരാൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഷോർട്ട് ആക്കി പറഞ്ഞാൽ മതി. അപ്പൊ ഇന്നത്തേക്ക് ഞാനും പറയണ്ട. ഇനി നമ്മൾക്ക് എന്നാ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേ ചാപ്റ്റർ? ഓക്കെ ആണോ? എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ? മിസ്, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഈ മെന്റൽ കണ്ടീഷൻ ഇല്ലേ? ഹലോ മിസ്, മെന്റൽ കണ്ടീഷനില്ലേ, അതില് പാസീവ്നെസ് എന്ന് പറഞ്ഞൊരു പോയിന്റ്, അതെന്താ? അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ തന്നെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. കണ്ടുപിടിക്കുക. അതെന്താന്ന് അതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനാണോ മിസ്? ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയല്ല, ഷോർട്ട് ആയിട്ട് ഒരു 1 or 2 സെന്റൻസിൽ എഴുതാവുന്നതാണ്. എന്താണെന്നത് അത് നമ്മൾ എഴുതിയിട്ട് അത് സബ്മിറ്റ് ചെയ്യണം. ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യണ്ട, കയ്യിൽ വെച്ചാൽ മതി. ഞാൻ ചോദിക്കുമ്പോ പ്രസന്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യേണ്ടതാ? അങ്ങനെയാണ് അപ്പൊ ചെയ്യേണ്ടത്. മിസ് ഇതുവരെയായിട്ടോ ആക്ടിവിറ്റിയോ ഇപ്പം തന്നത് മാത്രമാണോ ഉള്ളത്, അല്ല വേറെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടോ ഇതിനു മുമ്പില്? ഇല്ല, അസൈൻമെന്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഇട്ടിട്ടില്ല, ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല. ഏതായിരുന്നു അസൈൻമെന്റ്? ഏതാ മിസ്? വൈറ്റമിൻസിനെ കുറിച്ചും വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കണ്ടന്റുകൾ ഏതാണ്, ഫുഡ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏതാണ്, അതിനെ കുറിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട്. മിസ്, ഒരു ഡൗട്ടും കൂടി ചോദിക്കട്ടെ? വൈറ്റമിൻസ്, ആ വിറ്റാമിൻസ് എന്ന് പറഞ്ഞിട്ട് ഫാറ്റ് സോല്യൂബിളും വാട്ടർ സോല്യൂബിളും അങ്ങനെ വേർതിരിച്ചിട്ട് എഴുതാനാണോ? അങ്ങനെയല്ല, കോമൺ ആയിട്ടുള്ള വൈറ്റമിൻസ് എടുത്തിട്ട് അതിന്റെ ഏതൊക്കെ ഫുഡ്, ഇപ്പൊ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ചെറുനാരങ്ങ ഉണ്ടാവാം, അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ടാവാം, തക്കാളി ഉണ്ടാവാം. അപ്പൊ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ നമ്മൾ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒട്ടിച്ചു വെക്കുക. വൈറ്റമിൻ സി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ്, ഏതൊക്കെ പിക്ചേഴ്സ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പേരുകൾ എഴുതാം. ഏതൊക്കെ ഫുഡിലാണ് അത് ഉണ്ടാവാന്നുള്ളത് എഴുതാം. പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇതിപ്പം മിസ് പറയുന്നത് അസൈൻമെന്റ് അല്ലേ? എന്താണ് മിസ് ഇപ്പൊ പറയുന്നത് അസൈൻമെന്റ് അല്ലേ? അസൈൻമെന്റ് ആണ്, ആക്ടിവിറ്റി അപ്പം അല്ല. ഓക്കെ മിസ്. അപ്പം വൈറ്റമിന്റെ പിന്നെ വൈറ്റമിൻ ഏതൊക്കെയാ ഇതിലുള്ളതെന്ന് ഒരു ഇതിലെഴുതിയിട്ട് പിന്നെ അതിനെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ? അല്ല, വൈറ്റമിൻ എന്ന് പറഞ്ഞിട്ട് അതിലടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സും കണ്ടന്റും മാത്രം എഴുതാവാണ്ടേ? അത് അങ്ങനെ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ മിസ്. ഓക്കെ മാം, ഈ ക്ലാസ് ഈ യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണോ? എന്താ? ഈ യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണോ? സമ്മപ്പ് ചെയ്യാനാണോ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ സമ്മപ്പ് ചെയ്യണോ? ചെയ്തോളൂ. റെഡി ആണോ ചെയ്യാനായിട്ട്? അറിയാവുന്ന രീതിയിൽ ചെയ്യാം മാം. അറിയാവുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, നമ്മളിപ്പോഴും സമ്മപ്പ് ചെയ്തിട്ടാണ് പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കുന്നത്. നല്ലത്, അതുകൊണ്ടാണ് തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ചെയ്തോളൂ. ഓക്കെ, നമ്മുടെ യൂണിറ്റ് 3 ഫുഡ്, ന്യൂട്രിഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ന്യൂട്രീഷൻസ് നമുക്ക് ലഭിക്കുന്നത്. ഈ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാം ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്, പറഞ്ഞോളൂ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്കും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് വരുന്ന അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനുമായിട്ട് നമുക്ക് ഈ ന്യൂട്രീഷൻ നമുക്ക് സഹായകമാകുന്നുണ്ട്. ഈ ന്യൂട്രീഷൻസിൽ അടങ്ങുന്ന ഘടകങ്ങളെ ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. ആ ന്യൂട്രിയൻസ് 2 തരത്തിലുണ്ട്, മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. അതായത് വലിയ അളവിൽ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാൻ കഴിയുന്നവയെ മാക്രോ ന്യൂട്രിയൻസ് എന്നും
ചെറിയ അളവിലാണ് ഈ ന്യൂട്രിയൻസിനെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നവയെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നു. ഈ മാക്രോ ന്യൂട്രിയൻസിൽ അടങ്ങിയിരിക്കുന്നവയാണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ തുടങ്ങിയവ. മൈക്രോ ന്യൂട്രിയൻസിലാണ് വൈറ്റമിൻസും മിനറൽസും ഉള്ളത്. നമ്മുടെ ബോഡിക്ക് ഫുഡ് മാത്രമല്ല വാട്ടറും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മുടെ ശരീരത്തിൽ 60% ഓഫ് വാട്ടർ നമുക്ക് ആവശ്യമാണ്. പിന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്കുണ്ടായിരിക്കണം. അതായത് എല്ലാ തരത്തിലുമുള്ള ഫുഡ് ഗ്രൂപ്പും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ന്യൂട്രീഷനും അതേപോലെ തന്നെ പ്രോട്ടീൻസ് അങ്ങനെയുള്ള മറ്റു ഘടകങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ഫുഡിനെ നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എനർജി സപ്ലയേഴ്സും, ബോഡി ബിൽഡേഴ്സും, പ്രൊഡക്റ്റീവ് ഫുഡ്സും. അതിൽ എനർജി സപ്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എനർജി തരാൻ വേണ്ടിയിട്ട്, അതായത് എനർജി തരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വീറ്റ്, വെജിറ്റബിൾസ്, പൾസസ്, ഷുഗർ കെയിൻ, ജാഗറി അങ്ങനെ തുടങ്ങിയവയൊക്കെയാണ് എനർജി സപ്ലയേഴ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് ബോഡി ബിൽഡേഴ്സ്. അതായത് ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെയ്ൻ ന്യൂട്രിയൻസ് വിച്ച് ആർ റിക്വയർഡ് ടു മേക്ക് ദ ബോഡി ആൻഡ് റീപ്ലേസ്. അതായത് നമുക്ക് നമ്മുടെ ബോഡിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ഫുഡുകൾ, നമുക്ക് സഹായകമായിട്ടുള്ള ചില ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡുകൾ നമുക്ക് സഹായകമാണ്. അങ്ങനെയുള്ള വരുന്ന ഫുഡുകളാണ് മീറ്റ്, ഫിഷ്, മിൽക്ക്, അങ്ങനെയുള്ള കുറച്ച് ഫുഡുകൾ. അതേപോലെ തന്നെ പീസ്, നട്ട്സ് അങ്ങനെ തുടങ്ങിയവ. പിന്നെ അടുത്തത് പ്രൊഡക്റ്റീവ് ഫുഡ്സ് ആണ്. അതായത് ഇറ്റ് കണ്ടെയ്ൻ പ്രൊഡക്റ്റീവ് എസെൻഷ്യൽ സബ്സ്റ്റൻസ്. അതായത് വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, അങ്ങനെ മിൽക്ക്, ഫിഷ്, എഗ്ഗ് തുടങ്ങിയവയെല്ലാമാണ് ഈ പ്രൊഡക്റ്റീവ് ഫുഡ്സിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി അതിൽ വരുന്ന ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആ പ്രോട്ടീൻ്റെ ഉള്ളിൽ കാർബൺ അടങ്ങിയിട്ടുണ്ട്, ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. ഇവയെല്ലാം നമ്മുടെ ഈ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ളവയാണ്. ഈ പ്രോട്ടീൻ 2 തരത്തിലുണ്ട്, ആനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീനും. ആനിമൽ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംസ് ഫ്രം ആനിമൽ സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നവയാണ്. അതായത് എഗ്ഗ്, മീറ്റ്, മിൽക്ക്, ഫിഷ് അങ്ങനെ തുടങ്ങിയവയാണ് ആനിമൽ പ്രോട്ടീനിൽ വരുന്നത്. വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംസ് ഫ്രം നോൺ ആനിമൽ സോഴ്സസ്. അതായത് വെജിറ്റബിൾസ്, നട്ട്സ്, ഡേറ്റ്സ്, സോയ അങ്ങനെ തുടങ്ങിയവയാണ് അവയ്ക്ക് എക്സാമ്പിൾ. പിന്നെ രണ്ടാമത്തതാണ് ഫാറ്റ്. ഫാറ്റ് 2 തരത്തിലുണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റും രണ്ടാമത്തത് അൺസാച്ചുറേറ്റഡ് ഫാറ്റും. അതില് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ കണ്ടന്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ കണ്ടന്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് വരുന്നത് ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്യുന്നത്. അതായത് ബട്ടർ, ഗീ, എഗ് യോക്ക് അങ്ങനെയുള്ളവയാണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതിൽ വരുന്നത്. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയിൽ രൂപപ്പെട്ടിരിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അവയ്ക്ക് എക്സാമ്പിൾ ആണ് റൈസ്, വീറ്റ്, ഓട്സ്, കോൺ, പൊട്ടറ്റോ അങ്ങനെ തുടങ്ങിയവയാണ് അവയ്ക്ക് എക്സാമ്പിൾ. പിന്നെ അടുത്തത് മിനറൽ സാൾട്ട്സ് ആണ്. അതായത് ധാതു ലവണങ്ങൾ. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി ഫംഗ്ഷന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളവയാണ് മിനറൽ സാൾട്ട്സ് എന്ന് പറയുന്നത്. അവയ്ക്ക് നമ്മുടെ ഗ്രോത്തിന്റെ വളർച്ചയ്ക്ക് ഈ മിനറൽ സാൾട്ട്സ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതാണ്. അതായത് കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, അയഡിൻ തുടങ്ങിയവയാണ് അവയ്ക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അവയാണ് മിനറൽ സാൾട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന സോഴ്സുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്ക്, ചീസ്, ഫിഷ്, എഗ്ഗ്, മീറ്റ് എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് ഈ മിനറൽ സാൾട്ട്സ് ലഭിക്കുന്നുണ്ട്. ഇനി അടുത്തത് വൈറ്റമിൻ ആണ്. വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നാണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള വൈറ്റമിൻസ് ആണുള്ളത്. ഒന്ന് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും
രണ്ടാമത്തത് വാട്ടർ സോലുബിൾ വൈറ്റമിൻസും. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിന് എക്സാമ്പിൾ ആണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്ന് പറയുന്നവ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിന് എക്സാമ്പിൾ ആണ്. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ആൻഡ് സി ആൻഡ് B1, B2, B6, B12 തുടങ്ങിയവയാണ് അവയ്ക്ക് എക്സാമ്പിൾ. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ അവന്? വേണ്ട വേണ്ട, അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട. പിന്നെ അടുത്തത് ന്യൂട്രീഷൻ ആണ്. നമ്മുടെ ഫുഡിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമായിട്ടുള്ള പ്രോസസ്. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഫുഡ് ആൻഡ് യൂസിങ് ഇറ്റ് ഫോർ ഗ്രോത്ത്. അതായത് ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിനെ ടേക്ക് ചെയ്ത് അതിന് ശേഷം നമ്മുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളവ നമുക്ക് ലഭിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല മെറ്റബോളിസത്തിനും ശരീരം റിപ്പയർ ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ന്യൂട്രീഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് ഗ്രോത്തിന്, മെറ്റബോളിക്, അതിലുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വിശദീകരിക്കണോ മാം? ഇങ്ങനെ പറഞ്ഞാൽ പോരെ? വേണ്ട വേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യണ്ട കൂടുതലായിട്ട്, ഷോർട്ടായിട്ട് പറഞ്ഞാൽ. ഇനി അടുത്തത് ന്യൂട്രീഷന്റെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിൽ വരുന്ന നമുക്കുണ്ടാവുന്ന ഒരവസ്ഥയാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ ഇല്ലാണ്ട് വരുന്ന ആ ഒരു ഇതാണ്. അതായത് വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം, ശരിയായ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിലൂടെ, അതേപോലെ കഴിക്കുന്ന ഭക്ഷണം ശരീരം ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തത് മൂലം നമുക്ക് വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മാൽ ന്യൂട്രീഷൻ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസഫിഷ്യന്റ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും. ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ളതും അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഡൈജഷൻ എല്ലാം പ്രോബ്ലംസ് ഉണ്ടാകും. നമ്മൾ അൺസ്പെസിഫിക് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷനും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്ന ചില ഡിസീസസ് ആണ് സ്കർവി, ബെറിബെറി, ഗോയിറ്റർ, റിക്കറ്റ്സ്, പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സെറോഫ്താൽമിയ. അങ്ങനെ വരുന്ന കുറച്ച്, അതേപോലെ തന്നെ അതുപോലെ മാം പിന്നെയുള്ളതാണ് മാൽന്യൂട്രീഷന്റെ രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന് ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും. അത് ഫിസിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളറിയ മുഖമായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ടയേർഡായിരിക്കും, നമുക്ക് കാഴ്ചയ്ക്കെല്ലാം കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. മെന്റൽ കണ്ടീഷൻ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തുള്ള അവസ്ഥയിലിരിക്കും, നമുക്ക് മെമ്മറി എപ്പോഴും ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇറിറ്റേഷൻ ആയിരിക്കും, നമുക്ക് ലാക്ക് ഓഫ് അറ്റൻഷൻ, അതായത് അറ്റൻഷൻ കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ എല്ലാം കുറവായിരിക്കും. അതൊക്കെ നമുക്ക് ഈ മാൽന്യൂട്രീഷൻ മൂലം ഉണ്ടാകുന്ന ചില കണ്ടീഷൻസ് ആണ്. പിന്നെ ബാലൻസ്ഡ് ഫുഡ് ആൻഡ് ഡയറ്റ്, അതായത് ഒരു ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിരിക്കേണ്ടത് 400 കലോറീസ് ഓഫ് പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, 900 കലോറീസ് ഓഫ് ഫാറ്റ് ഉണ്ടായിരിക്കണം, ആൻഡ് 1700 കലോറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായിരിക്കണം. ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കേണ്ട കലോറീസ് ആണ്. ഇവയെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു കേട്ടോ ജിസ്ന, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, നന്നായിട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇതുപോലെ തന്നെ പറയാനായിട്ട് പറ്റട്ടെ, മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. നമ്മൾ അടുത്തെടുക്കുന്ന ചാപ്റ്റർ യൂണിറ്റ് 7 ആണ്. യൂണിറ്റ് 7 ഹെൽത്ത് കെയർ കേട്ടോ. പാർട്ട് 1 യൂണിറ്റ് 7 ഹെൽത്ത് കെയർ. അപ്പൊ നമ്മുടെ ആരോഗ്യ പരിപാലനത്തെ കുറിച്ചിട്ടാണ്, നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആയാലും അല്ലെങ്കിൽ തേർഡ് ചാപ്റ്റർ ആയാലും ഒക്കെ നമ്മുടെ ആരോഗ്യം, ഫുഡ്, അങ്ങനെയുള്ള നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വന്നത്. അതുപോലെ തന്നെ ഉള്ളൊരു ചാപ്റ്റർ ആണിത്. പക്ഷെ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസീസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്, രോഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു PDF-ലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ഹെൽത്തിന്റെ ഒരു ഡെഫിനേഷൻ WHO കൊടുത്തിട്ടുണ്ട് ഹെൽത്തിനെ കുറിച്ച്. ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഡെഫിനേഷൻ എന്ന്? WHO എന്ന് പറയുന്നത്
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടനയാണ്. 1948 1948 ഏപ്രിൽ 7 ആണ്, അതായത് ഏപ്രിൽ 7-ാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ഒരു ഡെഫിനേഷനെയാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. WHO defines health as mental, physical and social well-being. ഓക്കെ, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചാപ്റ്റർ എടുത്തപ്പോ. അതായത് ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണ്. ഓക്കെ, നമുക്ക് ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ മാനസികപരമായിട്ടും സാമൂഹികപരമായിട്ടും നമ്മൾ വെൽബീയിങ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഹെൽത്ത് എന്ന് പറയാനായിട്ട് സാധിക്കും. WHO defines health as mental, physical and social well-being. Okay, എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് disease causing microorganism include. Disease causing microorganism, അതായത് രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളുണ്ട്. അവയെ നമുക്ക് പല കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ആരൊക്കെയാണ് രോഗമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അതെ, പിന്നെ മൊസ്കിറ്റോ, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്. ഇത്തരം ചില മൈക്രോ ഓർഗാനിസംസ് ആണ് നമുക്ക് എന്ത് ഉണ്ടാക്കുന്നത്? രോഗങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡ് ബാക്ടീരിയ, വൈറസ്, ഫംഗി ആൻഡ് പ്രോട്ടോസോവ. രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയയും വൈറസും പ്രോട്ടോസോവയും. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് പലതരത്തിലുള്ള കാറ്റഗറിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഞാൻ ആദ്യം ഇവിടെ വായിക്കാം, അപ്പൊ അറിയാവുന്നതാണെങ്കിൽ അതിന്റെ ഉത്തരം പറയാം കേട്ടോ. Disease that is spread very quickly are generally known. Disease that is spread very quickly. ഇൻഫെക്ഷ്യസ് ഡിസീസ്. എന്താണ്? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. അതുമായിട്ട് പക്ഷെ പേരുണ്ട്, ഒരു പേരുണ്ട്. വൈറൽ ഡിസീസസ് ആണോ? എന്താ? അല്ല, ഒരു ജനറൽ ആയിട്ട് ഒരു പേര് നമ്മള് ന്യൂസ് പേപ്പറിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ, ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പൊതുവെ ചില പേരുകളിലാണ് അറിയപ്പെടുക. അങ്ങനെ പറയുന്ന പേരാണ് എപ്പിഡമിക്. കേട്ടിട്ടുണ്ടോ? എപ്പിഡമിക് കേട്ടോ, എപ്പിഡമിക്. EPIDEMIC, epidemic. Disease that is spread very quickly are generally known epidemic. Disease that is spread very quickly are generally known epidemic. communicable diseases. എന്താണ്? Diseases that is spread very quickly are generally known epidemic. ഓക്കെ, എപ്പിഡമിക് എന്ന് എഴുതാം കേട്ടോ. അപ്പൊ വളരെ വേഗത്തില് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എപ്പിഡമിക് എന്ന് പറയും. Then അടുത്തത് diseases are known to exist. Diseases are known to exist in society for a long time, and cannot be completely eradicated.
diseases are known to exist in society for a long time and cannot be completely eradicated. And cannot be completely eradicated. എന്താണ് ടേം എന്നറിയാമോ? എന്താണ് ഞാനിപ്പോ പറഞ്ഞത്? അതായത് സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേട്ടിട്ടുണ്ടോ? പാൻഡമിക്. അല്ല, എൻഡമിക്. എൻഡമിക് ആണ് കേട്ടോ. ENDEMIC. ENDEMIC. സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളാണ് എൻഡമിക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. മിസ്സേ കംപ്ലീറ്റ്ലി കഴിഞ്ഞ സ്പെല്ലിംഗ് ഒന്ന് പറയോ? കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ്. ഇറാഡിക്കേറ്റഡ്. ERADICATED. ഓക്കെ. അടുത്തത് ഡിസീസ് ഓഫ് അൺനോൺ കോസ്. ഡിസീസ് ഓഫ് അൺനോൺ കോസ് ആർ നോൺ ആസ്. Disease of unknown cause are known as. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത്. കാരണമറിയാത്ത രോഗങ്ങളെ നമ്മൾ ഒരു പേരിലാണ് വിളിക്കുക. ആ പേരാണ് ക്രിപ്റ്റോജനിക് ഡിസീസ്. കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ആരെങ്കിലും? ക്രിപ്റ്റോജനിക് ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടോ? നോ മിസ്. ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ. അതായത് നമുക്ക് അതിന്റെ കാരണം, ഒരു ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ ഏത് പേരിൽ വിളിക്കാം? ക്രിപ്റ്റോജനിക് ഡിസീസ് എന്ന് വിളിക്കാം കേട്ടോ. ക്രിപ്റ്റോ, CRYPTOGENIC. ക്രിപ്റ്റോജനിക് ഡിസീസസ്. കാരണം അറിയാത്ത രോഗങ്ങളാണ് ക്രിപ്റ്റോജനിക് ഡിസീസസ്. ഓക്കെ. ഇനി അടുത്തൊരു ടേം നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക്. മിസ് ഒന്നുകൂടി പറയോ അത് ഇപ്പൊ പറഞ്ഞത്? ഡിസീസ് ഓഫ് അൺനോൺ കോസ്. CAUSE. Okay, miss. Are known as cryptogenic diseases. ഒന്ന് സ്പെല്ലിംഗ് പറയോ മിസ്? CRY ഓക്കെ. PTO. എന്ത്? PTO GENIC. ഓക്കെ മിസ്. ക്രിപ്റ്റോജനിക് ഡിസീസസ്. ഓക്കെ മിസ്. അടുത്തത് എന്തായാലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം, ഞാൻ പറയാം. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് റാപ്പിഡ്ലി ഫ്രം വൺ കൺട്രി ടു അനദർ. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത്. നമ്മുടെ കൊറോണ അതിന് എക്സാമ്പിൾ ആണ്. പാൻഡമിക്. ഓക്കെ. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് rapidly from one country to another. Pandemic.
ഓക്കെ, ഇനി അടുത്തൊരു വിഭാഗമാണ് ഡിസീസസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഹോസ്പിറ്റൽസ് ഈസ് ഓൾസോ നോൺ ആസ്. അതായത് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങളെ നമ്മൾ ഒരു പേരിലാണ് വിളിക്കുക. ഏത് പേരിലാണ് അറിയാമോ ആർക്കെങ്കിലും? നാസോകോമിയൽ ഡിസീസസ് എന്നാണ് പറയുക കേട്ടോ. നാസോകോമിയൽ ഡിസീസസ്. ഓക്കെ, ഡിസീസസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം hospital is also known as nosocomial diseases. ഇത്രയും പേരെ എഴുതിയോ? Yes, ma'am. Then അടുത്തൊരു കാറ്റഗറി diseases that are transmitted from animals to humans. Okay, diseases that are transmitted from animals to humans. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ ഏതു പേരിലാണ് അറിയപ്പെടുക? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ്. ടീച്ചർ സ്പെല്ലിംഗ് ZOONOZIS. ZOONOZIS. ഓക്കെ, ഇനി പറയാൻ പോകുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. ഞാൻ പറയാം എന്താണെന്ന്. ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. Diseases caused by wrong lifestyle. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുക? ഡയബറ്റിക്സ്. എന്താണ്? തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുക? Disease non-communicable diseases ആണോ? ലൈഫ്സ്റ്റൈൽ ഡിസീസസ് ആണ് കേട്ടോ. മിസ് BP, തൈറോയിഡ് അതെല്ലാം വരില്ലേ? അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പേരാണ് എന്ത്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കേട്ടോ. തെറ്റായ ജീവിതശൈലിയിലൂടെ നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതൊക്കെ വരാം? ഏതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എക്സാമ്പിൾ ആയിട്ട്? തൈറോയിഡ്, ഡയബറ്റീസ് വരാം, ഒബിസിറ്റി വരാം, ഹൈപ്പർടെൻഷൻ വരാം. ഏത് മിസ്? ഒബിസിറ്റി പൊണ്ണത്തടി. ഒബിസിറ്റി, ഹൈപ്പർടെൻഷൻ. ഹൈപ്പർടെൻഷൻ വരാം, സ്ട്രോക്ക് വരാം. സ്ട്രോക്ക് അറിയാലോ നിങ്ങൾക്ക്, പക്ഷാഘാതം എന്ന് പറയും. ഓക്കെ, ദെൻ ഹാർട്ട് ഡിസീസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം, കൊളസ്ട്രോള്, ക്യാൻസർ വരാം. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എക്സാമ്പിൾ ആണ്. ആർക്കെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആർക്കെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? പിന്നെ PCOD, PCOS അതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കേട്ടോ. പിന്നെ ഡയബറ്റീസ്. എന്നാ മിസ്സേ എന്താണ് PCOD എന്ന് വെച്ചാല്? PCOD എന്ന് പറഞ്ഞാല് നമ്മുടെ ഗർഭാശയം അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന സിസ്റ്റുകളാണ് PCOD, PCOS എന്ന് പറയുന്നത്.
എനിക്കുണ്ട് മാം. ഉണ്ട്. ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുകയാണോ? ഇല്ല, തുടക്കാണ്. അപ്പൊ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു നന്നായിട്ട്. അതെ അല്ലേ. എത്ര നാളായി ഇപ്പൊ ഡയഗ്നോസ് ചെയ്തിട്ട്? എങ്ങനെ മാം? എത്ര നാളായി ഇത് കണ്ടെത്തിയിട്ട്? എത്ര നാളായി PCOD ഉണ്ടെന്ന്? അതൊരു 5-6 മാസമായി. മരുന്നുകളൊന്നും തന്നെ ഇല്ല, എക്സസൈസ് ചെയ്യാനാണ് പറഞ്ഞതല്ലേ? നന്നായിട്ട് എക്സസൈസ് ചെയ്താൽ മതി. അപ്പൊ ഈ നമുക്ക് വരുന്ന ഈ മെൻസ്ട്രേഷൻ ഡേറ്റ് ഇല്ലേ, മെൻസ്ട്രൽ സൈക്കിള്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ അങ്ങനെയായി കൊണ്ടേ കാണിച്ച് സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് ചെറിയ ചെറിയ കുരുക്കളുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത്. അപ്പൊ തുടക്കമാണ്. അപ്പൊ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്നാലും എക്സസൈസ് ഒക്കെ കുറവാ. യോഗ ചെയ്തു നോക്കൂ. യോഗ ഉണ്ട്, ചെയ്യുന്നുണ്ട് കുറേശ്ശെയൊക്കെ. പക്ഷെ നമുക്ക് പിള്ളേരൊക്കെ കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് വീട്ടിൽ ആളില്ല. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് അങ്ങ് നടക്കൂല എല്ലാം. പിന്നെ കുറെ ഡാൻസ് കളിക്കും, പിള്ളേരുടെ കൂട്ടത്തിൽ കൂടി കുറെ ഡാൻസ് കളിക്കും. അപ്പൊ അങ്ങനെ ഒരു എക്സസൈസ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. തൈറോയിഡിന്റെ ഇഷ്യൂ ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? ജാൻസി ഉണ്ട്. ഉണ്ട്, തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ട്. ശാലിനി ഉണ്ട്. ഓക്കെ. എത്ര നാളായി മരുന്ന് കഴിക്കുന്നു? മരുന്ന് കഴിക്കുന്നുണ്ടോ? ഉണ്ട് മിസ്. ഉണ്ട്. ഓക്കെ. നന്നായിട്ട് ശ്രദ്ധിക്കാട്ടോ, മരുന്നൊക്കെ നല്ല രീതിയിൽ കഴിക്കുക, ഡയറ്റും കാര്യങ്ങളും നോക്കുക. അവര് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് കഴിക്കുക, ഫുഡുകളൊക്കെ കേട്ടോ. ഓക്കെ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്നാല് പോയിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ലോങ് ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതാണ് ഒരു പ്രശ്നം. നമ്മള് മര്യാദയ്ക്ക് ഫുഡും അതുപോലെ തന്നെ എക്സസൈസുകളും ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം നമുക്ക് ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ പോവുക. ഓക്കെ. പിന്നെ ഡയബറ്റീസ് ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഷുഗർ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പോ എന്താണ്, ഇത്തരത്തിലുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാല് എന്താ പറയാ, കൂടുതലായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. അപ്പോ ഇതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ഒരു ഇതിലോട്ട് പോവാം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ്. എന്താണ് ഇമ്മ്യൂണിറ്റി? വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ് അല്ലെ? എന്താണ് ഇമ്മ്യൂണിറ്റി? പ്രതിരോധം. പ്രതിരോധശേഷി അല്ലെ? പ്രതിരോധശേഷി നമുക്ക് പറയാം അല്ലെ? ദ എബിലിറ്റി ഓഫ് ദ ബോഡി, ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ദ എബിലിറ്റി ഓഫ് ദ ബോഡി, the ability of the body to prevent and destroy, the ability of the body to prevent and destroy pathogens. Pathogens എന്ന് പറഞ്ഞാൽ അറിയാലോ, രോഗാണുക്കൾ കേട്ടോ. Pathogens, PATHOGENS, pathogens that have entered the body, that have entered the body. The ability of the body to prevent and destroy pathogens that have entered the body. രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കൾ കയറിയാൽ മാത്രമാണ് നമുക്ക് എന്ത് വരിക? രോഗാണുക്കൾ കയറിയാൽ എന്താ വരിക ശരീരത്തില്? രോഗങ്ങൾ, അസുഖം വരും അല്ലെ? ഡിസീസ് ഉണ്ടാവും അല്ലെ?
അപ്പൊ അങ്ങനെയുള്ള രോഗാണുക്കളുടെ പ്രവേശനം തടയാനും, അതുപോലെ തന്നെ ഇനി അഥവാ ശരീരത്തിനകത്ത് എന്തെങ്കിലും രോഗാണുക്കൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവാണിത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ചില ആളുകളിൽ ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കാം, ചില ആളുകളിൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം. ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളിലാണ് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്. ഓക്കെ, കാരണം അവരുടെ ബോഡിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ തടയാനും അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവര് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവര് തടയാനുള്ള ഒരു കപ്പാസിറ്റി ശരീരത്തിന് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആളുകളായിട്ട് കണക്കാക്കാം. അപ്പൊ വലിയ ആളുകളിലും ഉണ്ട്, ചെറിയ കുട്ടികളിലും ഉണ്ട്. അപ്പൊ ഡിഫറൻസ് ഉണ്ടാകും. ചില കുട്ടികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഒരു മാസം എത്ര ദിവസം കുട്ടികൾ ആബ്സെന്റ് ആവുന്ന ഒരു കണക്ക് നോക്കിയാൽ മതി. ചില കുഞ്ഞുങ്ങള് ഒരു മാസം തന്നെ ഒരു 10-15 ദിവസമൊക്കെ ലീവ് ആകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആബ്സെന്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് സ്കൂളുകളിൽ. അപ്പോ അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അത്തരത്തിലുള്ള കുട്ടികൾക്ക്. ഇനി ചില കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാല് അവർക്ക് എന്ത് തന്നെ, അതായത് ഇപ്പൊ രോഗമുള്ള കുട്ടിയുമായിട്ട് ഇടപെട്ടാലും അല്ലെങ്കിൽ രോഗമുള്ള മുതിർന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്താലും അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ അസുഖങ്ങൾ വരണം എന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടിയ വിഭാഗത്തിലാണ് ഉള്ളത്. അപ്പൊ ഇത്തരത്തില് 2 കാറ്റഗറിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്മ്യൂണിറ്റിയെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണോ കൂടുതലാണോ? മിസ് ഞാൻ ശരണ്യാണേ. എന്റെ മക്കൾക്കും എനിക്കും ഇമ്മ്യൂണിറ്റി കുറവാണ്. കാരണം എന്ന് വെച്ചാല് പിന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് വേണ്ടത്ര രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനോ ഒന്നും ഉള്ള സാഹചര്യം ഹസ്ബൻഡിനെ കിട്ടുന്നുണ്ടായിട്ടില്ല. അപ്പൊ എന്റെ മക്കൾക്ക് എന്ന് വെച്ചാല് എനിക്ക് തണുപ്പ് പിടിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് 3 കുട്ടികളാണ്, അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആയിക്കഴിഞ്ഞാല് 3 ആൾക്കും ആവും. അതുപോലെ ആശുപത്രി ഒഴിഞ്ഞ നേരം എപ്പോഴും ആശുപത്രിയാണ്, ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആവല്ലോ. അതാണ് ഇപ്പോ രണ്ടാമത്തെ ക്ലാസ് കയറി തുടങ്ങിയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടായിരുന്നു. അതാണ് ഇന്ന് കയറിയത്. ഒരു മാസം വെറും കുട്ടികളെ കൊണ്ട് ആശുപത്രിയും കളിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, അങ്ങനെ ആയിട്ട് ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ക്ലാസ് തുടങ്ങിയപ്പോഴേ ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ മാറിയോ? ഇപ്പൊ വൈകാരിക മാറിയോ? വൈകാരികം മാറി, എന്നാലും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചിട്ട് മോനാണിപ്പം ചെറിയ പ്രശ്നം. മക്കളിപ്പോ കുറച്ച് ഇതായതുകൊണ്ട് അവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും എന്നാലും ഇടയ്ക്ക് ഒരു ഇതുണ്ടാവും. പക്ഷെ മോനെ കൊണ്ടാണ് ഇപ്പോ കൂടുതലായിട്ട് ബുദ്ധിമുട്ട്. അവന് ശ്വാസമുട്ട് അലർജിന്റെ പ്രശ്നമുണ്ട്. ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞാല് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എന്തായാലും ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഇമ്മ്യൂണൈസേഷൻ കേട്ടോ. ഇമ്മ്യൂണൈസേഷൻ ഒരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക ഇമ്മ്യൂണൈസേഷൻ ദാറ്റ് ഗിവ് ദ ബോഡി, immunizations that give the body an artificial ability to fight diseases. ഒന്നുകൂടി പറഞ്ഞുതരാം ഞാൻ. Immunization that give the body an artificial ability to fight diseases. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവയ്പ്പുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുക കേട്ടോ. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവയ്പ്പുകളെ എന്ത് പറയുന്നു, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ,
അതായത് നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ശരീരത്തിന് കൃത്രിമമായിട്ട് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കുന്ന കുത്തിവയ്പ്പുകളാണ് എന്ത് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? ചെറിയ പ്രായത്തിൽ തുടങ്ങി. അത് ആലോചിച്ച് നോക്കിയേ, എല്ലാവരും കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുള്ളതല്ലേ? BCG തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള ഓരോ വാക്സിനും എടുത്തിട്ടില്ലേ? വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തില് രോഗാണുക്കള് തടയിടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൃത്രിമമായിട്ട് ആ ഒരു പ്രതിരോധത്തിനുള്ള ഒരു കഴിവ് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുത്തിവയ്പ്പുകള് സഹായിക്കുന്നത്. ഓക്കെ. Then substance used for artificial immunity. Substance used for artificial immunity. Vaccine. Substance used for artificial immunity. Vaccine. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് വാക്സിനുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തില് നമ്മുടെ ശരീരത്തിന് കഴിവ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. അടുത്ത പ്രാവശ്യം ഒരു കാര്യം കണ്ടെത്തിക്കൊണ്ടുവരിക. അതായത് കുട്ടികൾക്ക് എത്ര വയസ്സ് വരെയാണ് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നത്? അറിയാലോ എല്ലാവർക്കും. 5 വയസ്സ് വരെ. 5 വയസ്സ് വരെ എത്ര പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നതെന്ന് കണ്ടെത്തി. 6 മാസം കൂടുമ്പോ. അപ്പൊ ഒന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് നോക്കിയിട്ട് വരിക. ഇപ്പൊ പറയണ്ട, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. എത്ര തവണയാണ് കുട്ടികൾക്ക് 5 വയസ്സ് വരെ പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത് ഒന്ന് കണ്ടെത്തിക്കൊണ്ട് വരിക കേട്ടോ. അപ്പൊ നമ്മള് ഇത്രയുമാണെന്ന് എടുക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കി നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പറയാം കേട്ടോ. നമ്മള് PDF-ലോട്ട് കണ്ടിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ വായിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇന്ന് എടുത്ത ഭാഗങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. Yes, ma'am. Sign out. Respected teacher, thank you for being here today. I am deeply grateful for your presence and support. Today our topic was a short note on balanced diet and starting a new chapter, health care. This chapter includes health and immunization. I would like to thank all of you. Thank you, Miss. ഓക്കെ. താങ്ക് യു രേവതി. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. ബൈ. താങ്ക് യു മാം. താങ്ക് യു.